ഈ പണക്കാരുടെ ഓരോരോ പ്രശ്നങ്ങളെ നമ്മൾ മുന്നേ ഒരിക്കൽ പ്രോപ്പർട്ടി സെയിലിനിട്ട പ്രോപ്പർട്ടിയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പാർട്ടി അഡ്വാൻസ് ചെയ്തു, പുള്ളിക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതും കൂടെ എടുക്കാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഈ പ്രോപ്പർട്ടിക്ക് പുള്ളി അഡ്വാൻസ് ചെയ്തത്. ഏകദേശം 1 CR കൊടുക്കുകയും ചെയ്തു കേട്ടോ. പക്ഷേ നമുക്ക് ഈ പ്രോപ്പർട്ടി കൈവിട്ട് പോയി. അതൊരു 15 സെൻറ്റ് പെട്ടെന്ന് തന്നെ വേറെ സെയിലായി. അത് കാരണം പുള്ളിയുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഈ 10 സെൻറ്റ് അല്ല, ഒരു 20 സെൻറ്റിന് മേളിലേക്ക് വേണമെന്നായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വീണ്ടും സെയിലിന് വന്നിട്ടുണ്ട്. രാജകീയ ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. നമ്മുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് പോയതും ഒത്തിരിയധികം പേര് എൻക്വയറി ഉണ്ടായിരുന്ന പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം തന്നെ അഡ്വാൻസ് ആയ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയായിരിക്കും, വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് നമ്മുടെ ഗോൾഫ് ക്ലബിന് സമീപം ദേ കാണുന്നത് നമ്മുടെ കവടിയാർ കൊട്ടാരമാണ്. കവടിയാർ കൊട്ടാരത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന 10 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ ഗോൾഫ് ക്ലബ്ബ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ കവടിയാർ പാലസ് അവന്യൂ എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് റോഡ് കാണും. ആ റോഡ് ഇങ്ങനെ കയറി വരുമ്പോൾ വലത്തോട്ട് കാണുന്നത് നമ്മുടെ യൂസഫ് അലി അവരുടെ പുതിയ ഹെലിപാഡും അവിടെ ഒരു വലിയൊരു വീടുമൊക്കെ ആയിട്ട് വരുന്നൊരു പ്രോജക്റ്റാണ്. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിയുക. ഇടത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് തിരിഞ്ഞു വരുമ്പോൾ തന്നെ വലത്തോട്ട് ലൂക്സ് അവന്യൂ എന്ന് പറഞ്ഞ ചെറിയൊരു ബോർഡ് കാണാം. ലൂക്സ് അവന്യൂ എന്ന് പറയുന്നത് ദേ കാണുന്ന വീടാണ് കേട്ടോ. അത് നമ്മുടെ ഈ കൊട്ടാരത്തിൻ്റെ അടുത്ത് കൊട്ടാരം കണക്കാണ് ഇവിടെ എല്ലാവരും വീടുകൾ വയ്ക്കുന്നത്. നമുക്ക് ഈ വീടുകളുടെയൊക്കെ ഡിസൈൻ നോക്കി എല്ലാത്തിനും ആ ഒരു തീമാണ് കൊടുത്തിട്ടുള്ളത്. മേളിലേക്ക് ഓട് വരുന്ന രീതിയിലാണ് നമുക്കിവിടെയുള്ള വീടുകൾക്കെല്ലാം തീം വരുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു കൊട്ടാരം കണക്ക് വീട് ഈ കാണുന്ന 10 സെൻറ്റ് സ്ഥലത്ത് വെക്കാൻ സാധിക്കും. എങ്ങനെയാ വെച്ചാൽ പ്രൈം എന്ന് പറഞ്ഞാൽ അത്രയും പ്രൈമായിട്ടുള്ള ലൊക്കേഷനാണ്. നമുക്കിത് ഈ കാണുന്നത് ചെറിയൊരു വില്ല പ്രോജക്റ്റാണ്. അതായത് പാലസ് അവന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു പാലസ് വില്ലാസാണ്, ഹെറിറ്റേജ് പാലസ് വില്ലാസാണ് ഈ കാണുന്ന കോമ്പൗണ്ടിൽ പണിയിടന്നുകൊണ്ടിരിക്കുന്നത്. കൊട്ടാരം എങ്ങനെ ഇരിക്കും അതേ ഡിസൈനിൽ തന്നെയാണ് അതിനകത്ത് വില്ലാസും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ എതിർവശമായിട്ടാണ് നമുക്ക് ഈ കാണുന്ന 10 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 35 ലക്ഷം രൂപയാണ്. എങ്ങനെയാ വെച്ചാൽ ഏറ്റവും അടിപൊളി ലൊക്കേഷൻ തന്നെ പറയാം. കാരണം ഈ കൊട്ടാരം തന്നെ ഏകദേശം ഒരു 60 ഏക്കർ സ്ഥലമുണ്ട്. തിരുവനന്തപുരം സിറ്റിക്ക് നടുവിൽ ഇത്രയും പൊല്യൂഷൻ ഇല്ലാത്തൊരു ഏരിയ വേറെ ഉണ്ടാകത്തില്ല. തൊട്ടടുത്തായിട്ട് ഗോൾഫ് ക്ലബ്ബ് തന്നെ 10-25 ഏക്കർ അത് കിടപ്പുണ്ട്. ഇതിൻ്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ അത്രയും നല്ല ഗ്രീനറിയാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു ലൊക്കേഷനിലാണ് ഇതുപോലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ താമസിക്കുന്ന ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാം. അതിനുള്ളൊരു അവസരമാണ്, മിസ്സാക്കല്ലേ. നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് 35 ലക്ഷം രൂപയാണ്.